ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയാണ് സ്ത്രീ 2. സ്ത്രീ 1 ഇതിന് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. സ്ത്രീ ഇപ്പോൾ സ്ത്രീയുടെ പ്രതിമയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആ ടൗണിലെ ആൾക്കാർ അവൾക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്ന് മനസ്സിലായ സ്ത്രീ ആ ടൗൺ വിട്ടു പോകുന്നു. സ്ത്രീ അവിടുന്ന് പോകുമ്പോഴത്തേക്കും തൊട്ടടുത്ത കാട്ടിലെ ഒരു പാറ പൊട്ടി ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതാരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നെ ആ ടൗണാണ് കാണിക്കുന്നത്. ആ ടൗണിലെ ഒരു പെൺകുട്ടി രാത്രിയാകുമ്പോഴത്തേക്കും പുറത്തിറങ്ങുന്നു. ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് ഒരാളെ കാണുന്നത്. അയാളുടെ അടുക്കൽ നിന്ന് ഒരു ബോൾ പോലെ ഒരു സാധനം ഉരുട്ടി കുട്ടിയുടെ അടുക്കൽ ചെല്ലുന്നു. ആ കൊച്ചത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ബോളല്ല, ഒരു തലയാണെന്ന് മനസ്സിലാകുന്നു. ആ തലയ്ക്ക് ജീവനുണ്ട്. ആ തല ആ പെൺകുട്ടിയെ പിടിക്കുന്നു. ഒരു പോർട്ടൽ ഓപ്പണാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ആ പെൺകുട്ടിയെ പറ്റി ഒരു വിവരവും ഇല്ല. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ടൗണിലെ ആൾക്കാർ സ്ത്രീയുടെ ആ പ്രതിമയെ പൂജിക്കാറുണ്ട്. അവിടെ എല്ലാവരും ഹാപ്പിയാണ്. അവിടെ ലേഡീസിനെല്ലാം നല്ല ഈക്വാലിറ്റി ആണുള്ളത്. എല്ലാവരും നല്ല മോഡേൺ ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ടൗണിൽ പൂജയുടെ ഉത്സവമാണ്. അവിടെ രുദ്ര സ്ത്രീയുടെ ലൈഫ് ഒരു സ്റ്റേജ് ഷോ ആക്കി നടത്തി എല്ലാവരെയും കാണിക്കുന്നുണ്ട്. പിന്നെ രുദ്രയുടെ ഇടയ്ക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നു. ഒരു ലെറ്റർ ആയിട്ടാണ് വരുന്നത്. അയാൾ പറയുന്നത് ഇത് പൂജയ്ക്ക് മുമ്പ് കിട്ടേണ്ട ലെറ്ററാണ്, പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ലേറ്റായി പോയെന്ന്. രുദ്ര ആ ലെറ്റർ പൊട്ടിച്ച് നോക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ബുക്കിൻ്റെ പേപ്പേഴ്സാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ കാണിച്ച ബുക്കിൻ്റെ മിസ്സായ പേപ്പേഴ്സാണിത്. അതിൻ്റെ കൂടെ തന്നെ ഒരു വേർഡ് കൊണ്ട് അവൻ വരുമെന്ന്. ആര് വരുമെന്ന് രുദ്രയ്ക്ക് മനസ്സിലാകുന്നില്ല. അവിടുന്ന് രുദ്ര നേരെ വിക്കിയെ കാണാൻ പോകുന്നു. വിക്കി ഇപ്പോഴും ശ്രദ്ധയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ ഇമാജിൻ ചെയ്യും. രുദ്ര വിക്കിയെ കാണാൻ വരുമ്പോഴും വിക്കിക്ക് തോന്നുന്നത് ശ്രദ്ധ വരുന്ന പോലാണ്. അവിടെ വെച്ച് രുദ്ര വിക്കിക്ക് ഇട്ട് ഒരു അടി വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇപ്പോഴും അവളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നോ, അവൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന്. എന്നിട്ട് ഈ ലെറ്റർ കാണിക്കുന്നു. ഈ ലെറ്റർ വിക്കി വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ കാണിക്കുന്ന വിക്കിയുടെ ഫ്രണ്ടായ ബിട്ടുവിനെയാണ്. ബിട്ടുവിന് ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ടിൻ്റെ പേരാണ് ചിട്ടി. ചിട്ടി പറയുന്ന പോലെയൊക്കെയാണ് ബിട്ടു കേൾക്കുന്നത്. ബിട്ടു എല്ലാ രാത്രിയും ചിട്ടിയുടെ വീട്ടിൽ പോയി പാട്ട് പാടി ഉറക്കിയിട്ടാണ് വരുന്നത്. ആ സമയം വിക്കി താഴെ വെയിറ്റ് ചെയ്യും. അങ്ങനെ തന്നെ ഒരു രാത്രി ബിട്ടു ഇതുപോലെ പാട്ട് പാടി ഉറക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും ചിട്ടിയുടെ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അവർ മുകളിൽ പോയി നോക്കുമ്പോഴത്തേക്കും ചിട്ടി അവിടെ കാണാനില്ല. ഭിത്തിയിൽ വലിയൊരു ഹോളുണ്ട്. അങ്ങനെ അവിടെ എല്ലാവരും ചിട്ടിയെ തപ്പുന്നു. നാട്ടുകാരെല്ലാം ഈ കാര്യം അറിയുന്നു. അങ്ങനെ എല്ലാവരും ചിട്ടിയെ തപ്പി നടക്കുകയാണ്. അപ്പോഴാണ് രുദ്രയ്ക്ക് വലിയൊരു കാൽപ്പാട് കെട്ടുന്നത്. അവിടെ കിടക്കുന്ന ഒരാൾ പറയുന്നു, ചിട്ടിയെ ഒരാൾ എടുത്തുകൊണ്ട് പോയി, അയാൾക്ക് തലയില്ലായിരുന്നു. പക്ഷേ നാട്ടുകാരത് വിശ്വസിക്കുന്നില്ല. കാരണം അയാൾക്ക് കഞ്ചാവെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടുന്ന് തന്നെ കുറച്ച് മാറി വിക്കി ശ്രദ്ധയെ കാണുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ശ്രദ്ധയെ കാണുന്നത്. എവിടെയായിരുന്നു ഇത്രയും നാളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ശ്രദ്ധ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ വിഷയം ചിട്ടിയാണ്. ചിട്ടിയെ ആരാ കൊണ്ടുപോയെന്ന് എനിക്കറിയാം. മഹാപൂജയുടെ മുമ്പ് തന്നെ നമുക്ക് അയാളെ തടയണം. അയാൾ ആരുടെയും ബലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും അയാളെ തടയാൻ പറ്റില്ല എന്നാണ് ശ്രദ്ധ പറയുന്നത്. വിക്കി ഈ കാര്യം വന്ന് രുദ്രയോടും ബിട്ടുവിനോടും പറയാൻ വരുന്നു. അപ്പോഴാണ് അവർ ലെറ്ററിൽ വന്ന ആ പേജസ് വായിക്കുന്നത്. 200 വർഷം പഴയ കഥയാണ്. ഈ ടൗണിൽ ചന്ദ്രസേൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് കുറേ ദുശീലമൊക്കെ ഉണ്ട്. അയാൾ എപ്പോഴും ഒരു പെണ്ണിൻ്റെ അടുക്കൽ പോകുമായിരുന്നു. ഒരു സമയം ആ പെണ്ണ് ഒരാളെ കല്യാണം കഴിക്കുന്നു. അത് ഈ ചന്ദ്രസേൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ചന്ദ്രസേനെ തീയിട്ട് കൊല്ലുകയാണ്. അവരുടെ മോളുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കത്തി മരിച്ച ആ പെൺകുട്ടി തിരിച്ച് സ്ത്രീയായിട്ട് വരുന്നു. ചന്ദ്രസേനൻ്റെ തല വെട്ടി ഭൂമിയിൽ കുഴിച്ചിടുന്നുണ്ട്. ഈ സ്റ്റോറി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ചന്ദ്രസേനെ തടയണമെങ്കിൽ സ്ത്രീ വീണ്ടും ടൗണിലേക്ക് വരണമെന്ന്. സ്ത്രീ തിരിച്ചു വരണമെങ്കിൽ ജന വിചാരിക്കണം. അങ്ങനെ ഇവർ നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ജന ഇപ്പോൾ ഭാസ്കറിൻ്റെ കൂടാണ്. ഭാസ്കറിന് ചെന്നൈ ആകാനുള്ളൊരു പവറുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ സ്റ്റോറി നമ്മൾ ഭേഡിയ മൂവി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ മൂവി ഉറപ്പായിട്ടും കാണണം. പിന്നെ വിക്കിയും ബിട്ടുക വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും ഭാസ്കർ ഒരു ചെന്നായുടെ രൂപത്തിലാണ്. ഇവരെ രണ്ടുപേരെയും കണ്ടോട്ട് ഭാസ്കർ ആ വീട് വിട്ട് ഓടിപ്പോകുന്നു. ജനയോട് ഇവർ പറയുന്നത് നാട്ടിലൊരു ഡ്രാമയുണ്ട്, അതിൽ നിനക്കൊരു വേഷമുണ്ട്, അത് അഭിനയിക്കാനാണെന്ന്. സ്ത്രീയെ കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് പോകില്ല. അങ്ങനെ കള്ളം പറഞ്ഞ് ജനയെ ഇവരുടെ ടൗണിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെ ടൗണിൽ വന്നു കഴിഞ്ഞാണ് ജന സത്യം അറിയുന്നത്. സത്യം അറിയുമ്പോഴത്തേക്ക് ജന ഒട്ടും റെഡിയല്ല. കാരണം സ്ത്രീയെ അവൻ ഇപ്പോഴും പേടിയാണ്. കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവൻ മറന്നിട്ടില്ല. പക്ഷേ ഫ്രണ്ട്സ് പറയുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഇവരുടെ കൂടെ നിൽക്കാൻ ജന റെഡിയാകുന്നു. രാത്രി തന്നെ ആ സ്ത്രീയുടെ ബംഗ്ലാവിലേക്ക് ഇവർ പോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജനയെ കാണാനില്ല. ഇവർ ജനയെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ജന ഒരു ട്രാൻസ് സ്റ്റേജിലാണ്. കുറേ വിളിച്ചിട്ട് ജന എണ്ണിക്കുന്നില്ല. ജന മരിച്ചെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ജന ചാടി എണ്ണിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നത്. അങ്ങനെ അവരവിടുന്ന് ബൈക്കൊക്കെ എടുത്ത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രസേൻ്റെ തല ഇവരെ ഫോളോ ചെയ്യുന്നത്. വിക്കി നോക്കുമ്പോഴത്തേക്കും ചന്ദ്രസേൻ്റെ തല ജനയാണ് പിടിക്കാൻ വന്നിരിക്കുന്നത്. രുദ്ര വേറെ ഒരു വഴിയില്ലാതെ കയ്യിലുള്ള മദ്യക്കുപ്പി ജനയ്ക്ക് കൊടുക്കുന്നു. ജന അതിലുള്ള മദ്യം എടുത്ത് ചന്ദ്രസേൻ്റെ തലയിലേക്ക് ഒഴിച്ച് തീയിടുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ടൗണിലെത്തുന്നു. ടൗണിലെത്തി കഴിഞ്ഞിട്ട് ചന്ദ്രസേൻ ഇവരെ വെറുതെ വിടുന്നില്ല. വിക്കിയെ പിടിച്ച് കൊല്ലുമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും അവിടെ ശ്രദ്ധ വരുന്നു. ശ്രദ്ധയുടെ കയ്യിൽ സ്ത്രീയുടെ മുടിയാണുള്ളത്. അതിലുള്ള പവർ വെച്ച് അയാളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ നേരം പിടിച്ചു നിൽക്കാൻ ശ്രദ്ധയ്ക്കും പറ്റുന്നില്ല. അവിടെയുള്ള വലിയ ആ സ്ത്രീയുടെ പ്രതിമ ചന്ദ്രസേൻ പൊട്ടിച്ചു കളയുന്നു. എന്നിട്ട് അവിടെ അയാൾ കയറി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ടൗണിലെ എല്ലാ കൺട്രോളും അയാളാണ് ഏറ്റെടുത്തേക്കുന്നതെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാവരോടും പറയുന്നത്.
അങ്ങനെ ആ രാത്രി അവരെങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ നീ എവിടെയായിരുന്നെന്നൊക്കെ. അപ്പോഴാണ് ശ്രദ്ധ പറയുന്നത് ബ്ലാക്ക് മാജിക് പഠിക്കാൻ പോയേക്കുവായിരുന്നെന്ന്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ശ്രദ്ധ പറയുന്നില്ല. പിന്നെ ഇവരെല്ലാവരും ജനയുടെ വീട്ടിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ജന പറയുന്നത്, രാത്രി തൊട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ ചന്ദ്രസേൻ്റെ ലോഗോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. ജന ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാണ്. അപ്പോഴാണ് ശ്രദ്ധ ജനയുടെ തലയിൽ കൈ വെച്ച് എന്തോ ചാൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവന് കുറച്ച് റിലീഫ് കിട്ടുന്നു. എന്നിട്ട് ജന പറയുന്നത്, ഇന്നലെ നമ്മൾ ആ ബംഗ്ലാവിൽ പോയപ്പോഴത്തേക്കും ഞാൻ മരിച്ചതല്ല, ഞാൻ അയാളുടെ ലോകത്തായിരുന്നു. അവിടെ നിറച്ച് വോൾക്കാനോ ആണ്. പിന്നെ ഇയാൾ പിടിച്ചുകൊണ്ട് പോയ എല്ലാ പെണ്ണുങ്ങളും അവിടെ ഉണ്ട്. അവരുടെ തലയിലൊന്നും മുടിയില്ല, വെള്ള ഡ്രസ്സാണ് ഉടുത്തിരിക്കുന്നതെന്ന്. അപ്പോഴാണ് ഇവർക്കെല്ലാം മനസ്സിലാകുന്നത്, കുറേ നാളായിട്ട് ടൗണിൽ നിന്ന് കാണാതായ പെണ്ണുങ്ങളെ എല്ലാം ഈ ചന്ദ്രസേനാണ് പിടിച്ചുകൊണ്ട് പോയേക്കുന്നതെന്ന്. അങ്ങനെ ഈ കാര്യം ഇവരവിടെയുള്ള നാട്ടുകാരോടെല്ലാം പറയുന്നു. അങ്ങനെ ഇവർക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ചന്ദ്രസേൻ മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ഇതും കൂടെ അറിയുമ്പോഴത്തേക്കും എല്ലാവരും നോർമൽ ഡ്രസ്സ് ഇടാൻ തീരുമാനിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വിക്കിയുടെ അടുക്കെ വന്ന് പറയുന്നു, നീ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇവിടെ കാണില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ കുറച്ച് ആൾക്കാർ ഇവനെ ഒരു രക്ഷകനായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് ശ്രദ്ധ വന്നിട്ട് വിക്കിക്ക് ഒരു കത്തി കൊടുക്കുന്നത്. പറയുന്നു, നിനക്കേ പറ്റത്തുള്ളൂ അയാളെ തടയാൻ. ഈ കത്തി അയാളുടെ നെഞ്ചത്ത് കുത്തി ഇറക്കിയാൽ മതിയെന്ന്. പക്ഷേ അയാളെ എങ്ങനെയും ടൗണിലേക്ക് വരുത്തണം. അതുകൊണ്ട് തന്നെ അവിടെ അവരൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. അതിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി നമ്മുടെ രുദ്രയുടെ ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് വിളിക്കുന്നത്. അങ്ങനെ അവിടെ വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നു. ഫംഗ്ഷൻ തീരാൻ സമയമാകുമ്പോഴത്തേക്കും അവിടെ ചന്ദ്രസേൻ വരുന്നു. എല്ലാവരും ഈ രുദ്രയുടെ ഗേൾ ഫ്രണ്ടിനെ പാത്ത് വെക്കുന്നുണ്ട്. ചന്ദ്രസേൻ അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും വിക്കി എങ്ങനെയും അയാളെ കൊല്ലണോ എന്നുള്ള ഒരു രീതിയിലാണ് ചെല്ലുന്നത്. പക്ഷേ ആ കത്തിയായിട്ട് കുത്താൻ ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രസേൻ്റെ പവർ കാരണം വിക്കി താഴെ വീണു പോകുന്നു. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ചന്ദ്രസേൻ അയാളുടെ കൺട്രോളിലെടുക്കുന്നുണ്ട്. പിന്നെ അവർ ചിന്തിക്കുന്നതെല്ലാം ചന്ദ്രസേനെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നെ ചന്ദ്രസേൻ അവിടുന്ന് രുദ്രയുടെ ഗേൾ ഫ്രണ്ടിനെ എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ തടയാൻ അയാളെ ആരുമില്ല. എല്ലാ ആണുങ്ങളും അയാളുടെ കൺട്രോളിലാണ്. രക്ഷപ്പെട്ടിരിക്കുന്നത് വിക്കിയും ജനയും രുദ്രയാണ്. അടുത്ത ദിവസം തൊട്ട് തന്നെ ആ ഗ്രാമത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടുത്തെ ആണുങ്ങളെല്ലാ പെണ്ണുങ്ങളെ റൂമിൽ അടച്ചിടുന്നു. ചെറിയ പെൺകുട്ടികളുടെ പഠിത്തം മുടക്കുന്നു. അവിടെ എല്ലാവരും പറയുന്നത്, ഇപ്പം നമ്മളായിരിക്കും ഇവിടെ റൂൾ ചെയ്യേണ്ടത്, സ്ത്രീകൾക്ക് വലിയ റോളില്ല. ആ ഒരു മൈൻഡ് സെറ്റാണ്. ഈ ടൗണിനെ തന്നെ 20 വർഷം ബാക്കിലോട്ട് കൊണ്ടുപോകാനാണ് ആ ചന്ദ്രസേന ശ്രമിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാണ് ശ്രദ്ധ വരുന്നത്. വിക്കി ചോദിക്കുന്നു, ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ നീ എവിടെ ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ ശ്രദ്ധ പറയുന്നു, ചന്ദ്രസേൻ ഇവിടെ ഉള്ള സമയം നോക്കി ഞാൻ അയാളുടെ വേൾഡിലേക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല എന്ന്. അവൾ പറയുന്നത് വിക്കി അതുപോലെ വിശ്വസിക്കുന്നുമുണ്ട്. പിന്നാണ് ഇവിടെ രുദ്ര വരുന്നത്. രുദ്രയുടെ കയ്യിൽ ആദ്യം കിട്ടിയ ലെറ്ററുണ്ട്. ആ ലെറ്റർ അയച്ച ആരായാലും അയാൾക്ക് ചന്ദ്രസേനെ പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാമെന്ന് രുദ്രയ്ക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ആ അഡ്രസ്സ് തപ്പി ഇവരൊരു മെൻ്റൽ ഹോസ്പിറ്റലിലെത്തുന്നു. അവിടെ ഒരു പേഷ്യൻറ്റിനെ കാണുന്നു. അയാളോട് സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, ഈ പേഷ്യൻറ്റ് ചന്ദ്രസേൻ്റെ ബ്ലഡ് ലൈനുള്ള ഒരാളാണെന്ന്. അയാളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ചന്ദ്രസേനെ പോലെ ഒരാളുണ്ടെന്ന് ലോകം അറിയരുത്. അതുകൊണ്ടാണ് അയാൾ ആ ബുക്കിൽ നിന്ന് പേപ്പർ കീറിയതും പിന്നെ ആവശ്യം വന്നപ്പോൾ അയച്ചു കൊടുത്തതും. പിന്നെ ഇയാളൊരു കാര്യം പറയുന്നുണ്ട്, ചന്ദ്രസേനെ കൊല്ലണമെങ്കിൽ അയാളുടെ ലോകത്ത് പോയി കൊല്ലണം. പക്ഷേ അയാളുടെ ലോകത്തേക്ക് ഒരു ആണിനോ പെണ്ണിനോ ഒരു മൃഗത്തിനോ കയറാൻ കഴിയില്ല എന്ന്. ഈ ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിട്ട് ഇവർ തിരിച്ച് ടൗണിലെത്തുന്നു. ഇവിടെ ചെന്നിട്ട് ഇനി അയാളുടെ ലോകത്തിലേക്ക് ആര് പോകുമെന്നാണ് സംസാരിക്കുന്നത്. ജന ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ബി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരും അവന് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നില്ല. ശ്രദ്ധ പറയുന്നു, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നേരെ നാളെ ലൊക്കേഷനിൽ പോകാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടക്കുന്നത്. ശ്രദ്ധ നമ്മുടെ വിക്കിയുടെ ബോഡിയിലേക്ക് കയറുന്നു. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ശ്രദ്ധ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ല എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ചന്ദ്രസേൻ്റെ വേൾഡിലേക്ക് പോകുന്നത്. കാരണം ഇവരിപ്പോൾ ആണുമല്ല പെണ്ണുമല്ല, ഒരേ ബോഡിയാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർ കാണുന്നത് കുറേ ഗേൾസ് അവിടെ മിണ്ടാതെ നിൽക്കുന്നതാണ്. ശ്രദ്ധ വിക്കിയോട് പറയുന്നു, പോയി അവരെ രക്ഷിക്കാനെന്ന്. ഇവിടെ ശ്രദ്ധയുടെ ലൈഫാണ് സാക്രിഫൈസ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ചന്ദ്രസേൻ വരുമ്പോഴത്തേക്കും ചന്ദ്രസേന ആവശ്യം സ്ത്രീയുടെ പവറാണ്. ആ ഒരു പവർ ശ്രദ്ധയ്ക്കകത്തുണ്ട്. ആദ്യമൊന്നും വിക്കി സമ്മതിക്കുന്നില്ല. പക്ഷേ വിക്കി ഒരു മനസ്സില്ലാ മനസ്സോടാണ് ശ്രദ്ധ പറയുന്ന വാക്കും കേട്ട് ബാക്കിയുള്ള ഗേൾസിനെ രക്ഷിക്കാൻ പോകുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനയ്ക്ക് പുറത്തിരുന്ന് കാണാം. അപ്പോഴാണ് അവിടെ ശ്രദ്ധയുടെ അടുക്കെ ചന്ദ്രസേൻ്റെ തല വരുന്നത്. ചന്ദ്രസേൻ്റെ തല വന്ന് ശ്രദ്ധയുടെ ബോഡിയിൽ നിന്ന് അവളുടെ പവർ എടുക്കുമ്പം അവിടെയുള്ള എല്ലാ ഗേൾസിൻ്റെ പവറും പോകുന്നുണ്ട്. അപ്പോൾ വിക്കിക്ക് മനസ്സിലായി ഇവരെല്ലാം കണക്റ്റഡ് ആണെന്ന്. അങ്ങനെ വിക്കി ഓടി വന്ന് കയ്യിലുള്ളൊരു കത്തി കൊണ്ട് ചന്ദ്രസേൻ്റെ തലയ്ക്ക് വെട്ടുന്നുണ്ട്. അപ്പോഴാണ് തല 2 കഷ്ണമാകുന്നത്. പക്ഷേ ആ 2 കഷ്ണമായ തല 2 തലയായിട്ട് മാറുന്നുണ്ട്. എത്ര പീസാക്കുന്നോ അത്രയും തലകളായി മാറുന്നു. ഇവിടെ ശ്രദ്ധ വീണ്ടും സ്ത്രീയുടെ ആ മുടി വെച്ച് അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവിടെ നമ്മുടെ ഭേഡിയ വരുന്നത്. ഭാസ്കറിന് ആ വേൾഡിലേക്ക് വരാൻ പറ്റിയത് കാരണം അവനൊരു മനുഷ്യനുമല്ല, ഒരു മൃഗവുമല്ല. ഇതായിരുന്നു ജനയുടെ പ്ലാൻ ബി. ഇവിടെ ഭാസ്കർ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഇവിടെ ഫൈറ്റ് നടക്കുന്നു. അപ്പോഴാണ് അവിടെ ചന്ദ്രസേൻ്റെ ബോഡി വരുന്നത്. ഇപ്പോൾ ഈ തലകളെല്ലാം ആ ബോഡിയിലേക്ക് പോയി ചേരുന്നു. ചന്ദ്രസേൻ ഒന്നുകൂടെ പവർഫുൾ ആകുന്നു. പിന്നെ ഇവർക്ക് ആർക്കും ചന്ദ്രസേൻ്റെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല.
ഫൈറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ ചന്ദ്രസേൻ ശ്രദ്ധയുടെ സ്ത്രീയുടെ പവറുള്ള മുടി പൊട്ടിച്ചു കളയുന്നുണ്ട്. അപ്പോഴാണ് ശ്രദ്ധ അവളുടെ അമ്മയെ വിളിക്കുന്നത്. അമ്മയെ വിളിക്കുമ്പോൾ തന്നെ അവിടെ സ്ത്രീ വരുന്നു. അപ്പം നമുക്ക് മനസ്സിലാവുന്നു സ്ത്രീയുടെ മോളാണ് ശ്രദ്ധ എന്ന്. പിന്നെ സ്ത്രീയാണ് അവിടെ ചന്ദ്രസേനോട് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു കല്ല് കാണിക്കുന്നു. കല്ലിലൊരു വാൾ സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ട്. ശ്രദ്ധ വിക്കിയോട് പറയുന്നു ആ വാൾ എങ്ങനെയും ഊരിയെടുക്കാനെന്ന്. ആ വാൾ യൂസ് ചെയ്തായിരുന്നു സ്ത്രീ മുമ്പ് ചന്ദ്രസേനയെ കൊന്നത്. അങ്ങനെ വിക്കി പോയി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട ആ വാൾ ഊരിയെടുക്കുന്നു, സ്ത്രീക്ക് കൊടുക്കുന്നു. പിന്നെ ഇവിടെ സ്ത്രീയുടെയും ചന്ദ്രസേനൻ്റെയും ഫൈറ്റ് നടക്കുകയാണ്. അവസാനം സ്ത്രീ ആ വാൾ യൂസ് ചെയ്ത് തന്നെ ചന്ദ്രസേനയെ കൊല്ലുന്നുണ്ട്. ചന്ദ്രസേൻ ചാകുമ്പോഴത്തേക്കും ടൗണിലുള്ള എല്ലാ ആൾക്കാരും നേരെയാകുന്നു. അവിടെ വീണ്ടും ഹാപ്പിനെസ് വരുന്നു. അവിടെയുള്ള ഗേൾസ് എല്ലാം ഫ്രീ ആയിട്ട് വീണ്ടും പുറത്തു പോകുന്നു. നമ്മുടെ ഭാസ്കറും വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ടാണ് ഇവിടെ എൻഡ് ആകുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് വിക്കിയും ശ്രദ്ധയാണ്. വിക്കി ഇപ്പോഴും പറയുന്നുണ്ട് നീ എങ്ങും പോകണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ. പക്ഷേ ശ്രദ്ധ പറയുന്നു നമുക്ക് ഒരിക്കലും ഒന്നാകാൻ കഴിയില്ല, എൻ്റെ സത്യം നീ അറിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. ഇത്രയും നാളായിട്ട് ശ്രദ്ധയുടെ പേര് വിക്കിക്ക് അറിയില്ല. അവിടെ വെച്ച് ശ്രദ്ധയോട് പേര് ചോദിക്കുന്നു. അങ്ങനെ ശ്രദ്ധ വിക്കിയോട് പേര് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. ആ പേര് കേട്ടിട്ട് വിക്കിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം. പിന്നെ വിക്കിക്ക് മനസ്സിലായിട്ടുണ്ട് ശ്രദ്ധ ഒരു സാധാരണക്കാരിയല്ല. കാരണം സ്ത്രീയുടെ മോളാണ്. സ്ത്രീയുടെ സ്റ്റോറി തന്നെ 200 വർഷം പഴയതാണ്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ശ്രദ്ധ ഇപ്പോഴും ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് സംസാരിച്ചിട്ട് ശ്രദ്ധ വിക്കിയുടെ ഫ്രണ്ടിൽ വെച്ച് വാനിഷായി പോകുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധയുടെ കുറച്ച് പവർ വിക്കിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അവൻ്റെ കയ്യിലൊരു പൂ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള പവർ അവൻ്റെ ബോഡിയിലേക്കാണ് കയറിയത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഭാസ്കറിനെയും ജനയാണ്. ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ജന ഭാസ്കറിൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു നമുക്ക് വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് പോകാമെന്ന്. ഭാസ്കർ പറയുന്നു അങ്ങോട്ട് പോകണ്ട, അവിടെ ചെന്നാൽ നമ്മുടെ കഴുത്ത് കടിച്ച് ബ്ലഡ് കുടിക്കുന്ന ഒരാൾ ഡൽഹിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ആരാണെന്ന് നമുക്കറിയില്ല എന്ന്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. നമ്മൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ കണ്ട ആ ഒരു പേഷ്യൻറ്റിൻ്റെ അടുക്ക് ഒരു മൊന്ത തന്നെ വരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ചന്ദ്രസേൻ്റെ പവറാണുള്ളത്. ആ പവർ ആ പേഷ്യൻറ്റ് സ്വന്തമാക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഈ മൂവി തീരുന്നു. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല മൂവി ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മൂവിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.